എത്രയും വേഗം നരഭോജി കടുവയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യവുമായി ഇപ്പോൾ വനം വകുപ്പ് സജ്ജമായ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞു. RRT സംഘം ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലാണ് ആ സ്ഥലം പരിശോധിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നത്. പാറശ്ശേരി സ്കൂളിൽ ഇപ്പോൾ കുങ്കിയാന എത്തി. കുങ്കിയാന ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് മുത്തങ്ങയിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ചു എന്നുള്ള കുങ്കിയാനയാണ്. അപ്പോൾ ആ പ്രദേശം ഈ RRT സംഘവും വനം വകുപ്പിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരും പരിശോധിച്ചതിന് ശേഷം അവിടെ കുങ്കിയാനയ്ക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, എങ്ങനെയാണ് അതിന് സാഹചര്യം എന്നൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ആനയെ അവിടേക്ക് കൊണ്ടുപോകുന്നതും ആ തരത്തിലുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുക. മറ്റൊന്നുള്ളത്, ഇതിന് പുറമെ മറ്റൊരു കുങ്കിയാന കൂടി ഇവിടേക്ക് ഉച്ചയോടുകൂടി എത്തും. അങ്ങനെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആദ്യഘട്ടത്തിലുള്ള തിരച്ചിൽ ഉണ്ടാവുക. ആ പ്രദേശത്ത് ഇതിനോടകം തന്നെ ഏകദേശം 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ആ ക്യാമറയിൽ ഇന്നലെ രാത്രിയോടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് അതിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും തിരച്ചിൽ നടത്തുക എന്നുള്ളതുമാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഡോക്ടർ അരുൺ സക്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ആ പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതി കുറച്ച് വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം ചെങ്കുത്തായിട്ടുള്ള ഒരു കയറ്റമാണ്, മലയാണ്, ഒപ്പം റബ്ബർ കാടുമാണ്. അപ്പോൾ ആ പ്രദേശത്തെ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ന് ഡ്രോണിൻ്റെ പരിശോധന കൂടി ഉണ്ടാവും. ഡ്രോണുകൾ പറത്തി ആ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് നോക്കുന്നത് കൂടി ഉണ്ടാകും. ഗഫൂറിൻ്റെ മൃതദേഹം ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കല്ലാമുല ജുമാ മസ്ജിദിൽ കബറടക്കി കഴിഞ്ഞു.